എന്ത് പരിപാടിയാണ് 2 ആഴ്ച ഇത് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂറത്തെ സമയം ഉണ്ടാവുള്ളൂ. അത് പൊളിഞ്ഞ മതിലൊന്ന് ഇതാക്കാനുള്ളൂ. എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യണത്? മതിലിൻ്റെതല്ലേ? അത് ഒഴിവ് വേണ്ട. എന്നും ഒരൊറ്റ ദിവസം ഒഴിവ്. എന്ത് ഒഴിവ് വേണ്ടെന്ന് പറയണ നിങ്ങള്? എന്നും നിങ്ങൾ ഫ്രീ ആയിട്ട് ഇവിടെ കാണുകൊണ്ടോട് തെക്കും വടക്കും നടക്കാം. ശരി, ഞാൻ ഇപ്പോൾ പണി സൈറ്റിനാണ് വരുന്നത്. നേരെ പോലത്തെ രാവിലെ അവിടെ പോകണം പണി സൈറ്റിലേക്ക്. ഒക്കെ നമ്മളെ ബായി ഉണ്ടെന്ന് ബംഗാളിയെ നമ്മൾ രാഹുലില്ലേ, അവനാണ് എന്ത് പണി ചെയ്യും. ഞാനിതാണ് കാണിച്ചു കൊടുത്തിട്ട് പോന്നാൽ മതി. ദിവസം വിട്ടാൽ പോരെ? വിടാ ഇനിയിപ്പോലെ ഒരു 2 ദിവസത്തെ പണി കൂടി ഉണ്ട് അവിടെ. അത് കഴിഞ്ഞോട്ടെ. 2 ദിവസം എന്ന് പറഞ്ഞപ്പോൾ കുറേ ദിവസമായിട്ടാ തീർക്കാന്ന്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് വേറെ ഒന്നുമില്ല. നമ്മളെ മഹമ്മദിൻ്റെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഏത്? നമ്മൾ ഗൾഫിലുള്ള മാമക്കല്ലേ? എന്ത് പ്രശ്നം? ഓൻ്റെ കൂടെ എന്നും രാത്രി ആയാൽ ഒരു കാറ് ഇങ്ങനെ വരിക, ചുവപ്പ് കാറ്. എന്നും ഉണ്ടെന്ന്. അത് അവരെ കുടുംബക്കാരെങ്കിലും ആവുന്നാനായിട്ടാ. കുടുംബക്കാർ ഇപ്പോൾ ഈ രാത്രി നമ്മളല്ലേ വരല്ലേ. എന്ത് വർത്താനം ഇപ്പം നിങ്ങൾ പറഞ്ഞത്? എന്തൊക്കെയോ ചിറ്റിക്കളി ഉണ്ട്. എന്തിനാ വെറുതെ അപരാധം പറയുന്നത്? അപരാധമല്ല, ഞാൻ കണ്ടത് പറയാം. ഞാൻ എൻ്റെ അടുത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ കണ്ടത് എല്ലാവരോടും താത്ത അങ്ങനത്തെ ഒരു സ്ത്രീ ഒന്നുമല്ല. അതിനെ വെറുതെ ഞാൻ കണ്ടത് പറഞ്ഞെന്നുള്ളൂ. ഞാനിപ്പോൾ ഓലിക്ക് ഇരിക്കൊന്നും ചെയ്തിട്ടില്ല, ഓലിക്ക് ഞാനും ചെയ്തിട്ടില്ല. അതൊക്കെ പോട്ടെ. പിന്നെ നമ്മളെ സേതുട്ടിയോടൊപ്പം എന്താ നടക്കണമെന്ന് അറിയോ? എനിക്ക് നിങ്ങൾ അറിഞ്ഞിക്കണ ഇല്ല? സേതുട്ടിയുടെ അവിടെ ഓൻ്റെ ചെറിയ പെണ്ണ് തുന്നലിന് പോയിരുന്നില്ലേ? ആ തുന്നലിന് പോയിരുന്ന പെണ്ണ് അടുത്ത കടയത്തെ ചെക്കനായിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന്. ആരും അറിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത് നടക്കണതേ. അല്ല, പലതിപ്പോൾ പത്രങ്ങളിൽ തന്നെ ഇപ്പം നമ്മൾ പല വാർത്തകളും വായിക്കുന്നുണ്ട്. വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ അങ്ങാടിയിൽ നമ്മളെ സുന്ദരൻ്റെ ചെക്കനും യാവുട്ട ചെക്കൻ്റെ അടുത്തു നിന്ന് ഇപ്പം എന്താ പിടിച്ചത്? കഞ്ചാവല്ലേ. ചെറിയ ചെറിയ ചെക്കന്മാരെ കഞ്ചാവേ പിടിച്ചത്. അല്ല, ഇപ്പോഴത്തെ ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇപ്പോൾ ബാഗ് പരിശോധിച്ച് ഇപ്പോൾ MDM അങ്ങനെയൊക്കെ നമ്മളെ നാട്ടിൽ എത്തിക്കണ ഈ വക പരിപാടിയൊക്കെ നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ്. അതുപോലെ പിന്നെ അയൽവാസി കുഞ്ഞോൻ്റെ മകള് +2 പഠിക്കണത്. 3 പ്രാവശ്യമാണ് ഉള്ള പ്രേമം പിടിച്ചത്. 3 ആൾക്കാരായിട്ട്. ഇത്ര ഉള്ളു കുട്ടികൾ. അല്ല, സ്വാഭാവിക പിള്ളേരിപ്പോൾ അത് എന്ത് സ്വാഭാവികം. നല്ല പോലെ വളർത്തുന്ന കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം, അച്ചടക്കത്തിൽ വളർത്തണം. അതാണ് നമ്മളെ കഴിവ്, നമ്മുടെ രക്ഷിതാക്കളുടെ കഴിവ്. അതൊക്കെ പോട്ടെ. എന്താ ഈ ശ്രീജയുടെ കാര്യം? എൻ്റെ മോളെ എൻ്റെ മോളായതുകൊണ്ട് പറയല്ല. ഓൾക്ക് ആ ചൊവ്വാദോഷത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളൂ. പക്ഷേ ഇത്ര 10-22 വയസ്സായല്ലോ, ഇതുവരെ ഒരു ചീത്തപ്പേരിട്ട് കേൾപ്പിച്ചിട്ടില്ല. ഒരാളെ മുഖത്ത് നോക്കൂലേ? അല്ല, നിങ്ങളുടെ അന്ത്രോപ്പം ഇവിടെ ചെയ്യേ 5 സുരേന്ദ്രനാ? ഓൻ ബാംഗ്ലൂർ പോയിക്കേ, ഒരു ബിസിനസ് ടൂർ പോയിക്കാണ്. എന്നും ഒരു ബിസിനസ് ടൂർ. ഇതൊക്കെ ശ്രദ്ധിച്ചോളുണ്ട്. ഈ ബിസിനസ് ടൂർ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്നാണ് പോയാൽ അല്ല, ഓർക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതല്ലേ. ഇവരുടെ പോക്ക് ഇപ്പം എൻ്റെ കൂടെയുള്ള 2 ആളുണ്ടല്ലോ, ഓല് തനി മോശ. ഓൻ്റെ തുണക്കാരെ നല്ല ശ്രദ്ധിച്ചോളുണ്ട്. ഈ ബാഗിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വല്ല കള്ള കഞ്ചാവാന്നൊക്കെ ആരെങ്കിലും അറിയോ? അങ്ങനെയൊന്നുമില്ല. ഓൻ അങ്ങനത്തെ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കാലത്ത് ഒരാളിനെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ട് കാര്യങ്ങളെ. അതിൻ്റെ കാര്യത്തിലേക്ക് ഓനെ വിശ്വാസം. പിന്നെ ഓല അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യണം എന്താണെന്നുള്ളത് ആർക്കറിയാം? നിങ്ങളൊന്ന് മനസ്സിരുത്തി ആ പോക്കാട് നിർത്തണം. അതാണ് നമ്മളെ കഴിവ്. ഓൻ്റെ ബിസിനസ്സും മേഖലയൊക്കെ അങ്ങനെയാണ്. ബിസിനസ് എന്ത് ജീവിതം വിട്ടിട്ടുള്ള ബിസിനസ് വേണ്ട. ഈ നിങ്ങളെന്താ വേണ്ട ചോൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് ഈ പോക്കാട് നിർത്തിക്കുക. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഒരാളെ നേർക്ക് വിരൽ ചൂടുമ്പോഴേ ഈ 3 വിരലിതാ അത് നമ്മുടെ നേരക്കാണെന്നുള്ളത് നമ്മൾ നന്നായിട്ടാണ് ആലോചിക്കണം. 100 ആയുസാ പറഞ്ഞ ആളാ വരണം. ഇത് വേനൊക്കെ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ പോന്നാ നാരായണട്ടാ, നിങ്ങളുടെ കൂടെ പണിയെടുക്കണ ബംഗാളി ചെക്കല്ലേ? രാഹുല. എന്താ പേരൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ നിങ്ങളെ മോളും ആ ബംഗാളിയും കുടിച്ചിട്ടുണ്ട്. ബാഗൊക്കെ തൂക്കി പിടിച്ച് അതേ ട്രെയിനിൽ കണ്ട് കയറുന്നു. എന്തോ ഒരു പന്തികേടുണ്ട്. എന്തായാലും കൂടെ ഒന്ന് വിളിച്ചാളേ. എന്തായാലും നിങ്ങളെ മോളെ ചൊവ്വാദോഷം മാറി ബംഗാളിക്കൊരു പെണ്ണിനെയും കിട്ടി.